കറുപ്പ് വിട്ട് പിണറായി വെള്ളക്കാറിലേക്ക്. ചോദിച്ച നമ്പർ 99. മുഖ്യമന്ത്രി കാലത്തെ ഫോൺ നമ്പർ കട്ടായി. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന്റെ കാറിന്റെ നിറവും മാറ്റുന്നു. ഔദ്യോഗിക വാഹനമായി 2022 ജനുവരി മുതൽ കറുത്ത കാർ ഉപയോഗിച്ചിരുന്ന പിണറായി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉപയോഗിക്കുക വെള്ള ഇന്നോവ ക്രിസ്റ്റ കാർ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന കാറാണിത്. 99 എന്ന നമ്പറും സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. AKG സെന്ററിലെ കാറിലാണ് നിലവിൽ പിണറായിയുടെ യാത്ര. 2022 അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ ഉപദേശപ്രകാരമാണ് പിണറായി കറുത്ത കാറിലേക്ക് മാറിയത്. രാത്രിയിലുള്ള ആക്രമണവും മറ്റും തടയാൻ ഉപകരിക്കുമെന്നും കൂടുതൽ സുരക്ഷിതമെന്നുമായിരുന്നു വാദം. സുരക്ഷാ ജീവനക്കാരുടെ കാറുകളും പിന്നീട് കറുപ്പിലേക്ക് മാറി. മുഖ്യമന്ത്രി VD സതീശൻ ഒരാഴ്ചയ്ക്കുള്ളിൽ കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ക്ലബ് ഹൗസിലേക്ക് താമസം മാറിയേക്കും. ഇതിനുശേഷം കന്റോൺമെന്റ് ഹൗസിലെ അറ്റകുറ്റപ്പണികൾ കൂടി കഴിഞ്ഞായിരിക്കും പിണറായി ഇവിടേക്ക് മാറുക. അതേസമയം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക ഫോൺ നമ്പർ ഇതുവരെയുള്ള കുഴിച്ചുക തീർത്ത് പൊതുഭരണ വകുപ്പ് കട്ട് ചെയ്തു. ഔദ്യോഗികമായി അനുവദിച്ച നമ്പറുകൾ പദവി ഒഴിയുമ്പോൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ നമ്പർ തിരിച്ചേൽപ്പിച്ചിരുന്നെങ്കിലും പഴയ നമ്പർ പിണറായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ നമ്പർ നിലവിലില്ല. പിണറായി വിജയന്റെ മൊബൈൽ നമ്പർ കട്ട് ചെയ്ത് പൊതുഭരണ വകുപ്പ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മൊബൈൽ നമ്പർ കട്ട് ചെയ്ത് പൊതുഭരണ വകുപ്പ്. 10 വർഷമായി അദ്ദേഹം ഉപയോഗിക്കുന്ന നമ്പറാണ് മുൻകൂട്ടി അറിയിക്കാതെ കട്ട് ചെയ്തത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന നമ്പറായിരുന്നു ഇത്. രാവിലെ ഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നമ്പർ പ്രവർത്തനരഹിതമായ വിവരം അറിയുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പുതിയ നമ്പർ പിണറായി വിജയന് ഉടൻ അനുവദിക്കുമെന്നാണ് വിവരം. നമ്പർ വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് പൊതുഭരണ വകുപ്പിൽ നിന്നും ഇതുവരെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടില്ല. സംഭവത്തിൽ പിണറായി വിജയന്റെ ഓഫീസും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.